ചമാറെ നുബ്ര എന്ന മാജിക്കൽ വാലിയിൽ ഒരു മാജിക്കൽ സ്റ്റേ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നുബ്ര വാലിയിൽ എല്ലാവരും താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഹുണ്ടർ എന്ന് പറയുന്ന ക്യാമൽ സഫാരിയും സാൻഡ് ഡൂൺസും ഒക്കെ ഉള്ള ഹുണ്ടർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു റിസോർട്ടിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുമ്പിൽ ഒരുപാട് മരങ്ങളും പൂക്കളും നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അതിമനോഹരമായ റിസോർട്ടാണിത്. മാൽഡീവ്സ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നടുക്കൊരു പാതയും രണ്ട് സൈഡും നല്ല ഹട്ട് പോലുള്ള നല്ല 14 കിടിലം ഹട്ടാണ് ഇവിടെ ഉള്ളത്. ലഡാക്കിൽ നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കപ്പിളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഉയരത്തിലുള്ള ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞ സ്ഥലത്തെ മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റിസോർട്ടിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഈ ഒരു റിസോർട്ട് മുഴുവൻ ഇവിടെയുള്ള പലതരം പൂക്കൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പഴങ്ങളായ ആപ്പിളും ആപ്രിക്കോട്ടും ഒരുപാട് നമുക്ക് ഈ ഒരു ക്യാമ്പിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപാട് പ്ലാനിങ് ഉണ്ടാവും. രാത്രിയാകുമ്പോൾ നല്ല പാട്ട് പാടണം, ക്യാമ്പ് ഫയർ ചെയ്യണം, അതുപോലെ തന്നെ കഥകൾ പറയണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ബോക്സും കാര്യങ്ങളും. സ്റ്റേജിന്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല ആപ്രിക്കോട്ടിന്റെ വലിയ മരവും ഒരുപാട് ആപ്രിക്കോട്ടും കാര്യങ്ങളും. നല്ല ഫ്രഷ് ആപ്രിക്കോട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ലഡാക്കിലെത്തിയതിനു ശേഷം ഏതെങ്കിലും രീതിയിലുള്ള സെലിബ്രേഷനോ കലാപരിപാടികളോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് അതിന് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സാമഗ്രികളും ഇവിടെ അവൈലബിൾ ഉള്ളതാണ്. റൂമിന്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല സോഫ്റ്റ് കുഷൻ ബെഡും നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റും സൈഡിൽ സോഫ സെറ്റ്, ഇപ്പറ കറ്റില് കാര്യങ്ങൾ ചായക്കാക്കി കുടിക്കാൻ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഹണിമൂൺ ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു റൂം തന്നെയാണ് ഇത്. മുമ്പിൽ നല്ല ഫ്ലവറും ഗാർഡനും ഫാം ഹൗസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെയുള്ള ഓരോ ഹട്ടിന്റെയും ഇന്റീരിയർ അതിമനോഹരമായ രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഡോറ് തുറന്ന പാടന്നെ ബെഡാണ് വരുന്നത്. നല്ല സോഫ്റ്റ് കുഷൻ ബെഡും കട്ടിയുള്ള ബ്ലാങ്കറ്റും ടവലും അറ്റാച്ച്ഡ് ബാത്റൂമും ഫാനും കെറ്റിലും സോഫ സെറ്റൊക്കെ ഉള്ള നല്ല ഹണിമൂൺ കപ്പിളിന് പറ്റിയെന്ന പോലെയാണ് ഓരോ റൂമും ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഓരോ ഹട്ടും. മാത്രമല്ല നമുക്ക് ലെസർ ടൈം ഫാമിലിയുടെ കൂടെ ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല മൗണ്ടെയിൻ വ്യൂവോട് കൂടിയാണ്. വരുന്നവർക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ഹട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് കഥകൾ പറയാനും പാട്ടുപാടാനും മുന്നോട്ടുള്ള യാത്രകളെ പറ്റി ചർച്ച ചെയ്യാനും വേണ്ടി ഒരുപാട് ഇരിപ്പിടങ്ങളും മൂന്നാളകളും നല്ല അടിപൊളി രീതിയിൽ ഗാർഡന്റെ നടുക്ക് തന്നെ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു ദിവസത്തെ സ്റ്റേ നിങ്ങൾക്ക് അത്രയും മനോഹരമായിക്കൊണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ MAP സെറ്റപ്പിലാണ് റൂം കിട്ടുന്നത്. നല്ല ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ഇമാതിരി വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അവസാനമായും ഇവിടുത്തെ ഡൈനിങ് ഹാളിനെ പറ്റിയാണ് പറയാനുള്ളത്. ഡൈനിങ് ഹാൾ നല്ല പ്രീമിയം ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഫുള്ള് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ താമസം നിങ്ങൾക്ക് ഭക്ഷണം ഉൾപ്പെടെയാണ് ലഭ്യമാവുന്നത്. രാവിലെയും വൈകിട്ടുമായിട്ട് നല്ല ഓർഗാനിക് ഫുഡ് നിങ്ങൾക്ക് ഇവിടുന്ന് ബൊഫേ സിസ്റ്റത്തോടു കൂടി ആവശ്യാനുസരണം കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും മനോഹരമായ ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് നുബ്രയിൽ കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും വണ്ടി റെന്റ് പാക്കേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ മറക്കണ്ട. അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.